കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമാ. ഹല്ലേലൂയ. ഈ സമയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഗിരിപ്രഭാഷണത്തെ കുറിച്ചുള്ള പഠനത്തിൽ ബിയാറ്റിറ്റ്യൂഡ്സിന്റെ ആദ്യത്തെ ഭാഗങ്ങളാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്. ഇനി നമ്മൾ പുതുതായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ആണ്. അത് ഒരുപക്ഷെ ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും എന്ന് നമ്മൾ കണ്ടു. നമ്മൾ എന്തിനു വേണ്ടി ദാഹിക്കുന്നുവോ അതിനെ കൊണ്ടാണ് കർത്താവ് പലപ്പോഴും നമ്മളെ നിറയ്ക്കുന്നത്. ഒരു പരിധി വരെ നിങ്ങളുടെ ആഗ്രഹവും താല്പര്യവും ദാഹവും എല്ലാം പണത്തിന് വേണ്ടിയാണെങ്കിൽ, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയത്, പണത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പണമായിരിക്കും കിട്ടുന്നത്. ഒരു മനുഷ്യൻ പണം ഉണ്ടാക്കാൻ പരിശ്രമിച്ചാൽ അവന്റെ ദാഹം എന്താണ്, അതനുസരിച്ച് അവന്റെ ലൈഫ് അവൻ നേടിയെടുക്കുന്നത്. അത് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു എബിലിറ്റിയാണ്. വാട്ട് യു ലുക്ക് ഫോർ യു ആർ ഗെയിനിങ് ഇറ്റ്. ഇഫ് യു ലുക്ക് ഫോർ മണി, അതുകൊണ്ടാണല്ലോ പണത്തെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് മാത്രമേ പണക്കാരനാകാൻ പറ്റുള്ളൂ. ഇനി പണത്തെ സ്നേഹിക്കാത്തവൻ പണം എപ്പോഴും കളഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്താ അവന് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പണത്തെ സ്നേഹിക്കുന്നവനാണ് അത് കൂട്ടിവെക്കുന്നത്. അപ്പോഴാണ് അവൻ എന്താകാൻ പറ്റുന്നത്, ഒരു പണക്കാരനാകാൻ പറ്റുന്നത്. എന്നാൽ യേശുവിനെയാണ് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതെങ്കിൽ, ദൈവത്തെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നാച്ചുറലി അവൻ ഗ്യാദർ അപ്പ്, അല്ലെങ്കിൽ എന്താണ് കൂട്ടിവെക്കുന്നത് എപ്പോഴും എന്തായിരിക്കും, ആ യേശുവിനെ ആയിരിക്കും. അപ്പൊ യേശുവിനെ കൊണ്ട് നമുക്ക് നിറയാനായിട്ട് കഴിയും. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർന്ന് കർത്താവ് അതിന്റെ അടുത്ത ഭാഗമായിട്ട് പെട്ടെന്ന് പറയുകയാണ് എന്ത്, കരുണ ലഭിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്യാൻ എന്താ കാര്യം? അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. കാര്യം, ഈ നീതിയും കരുണയും കൂടെ ഒരുമിച്ച് പോകുന്നത് വലിയ പ്രയാസമാണ്. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാല് അതൊരു എന്താണ്, രണ്ടും കൂടെ നീതി, പലപ്പോഴും നമ്മൾ നീതിയാണ് നമ്മൾ വലിയ കാര്യമായിട്ട് പറയുന്നത്. നീതിയുടെ പേരിൽ തന്നെ ആളുകൾ കരുണ നിഷേധിക്കുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ നീതിമാന്മാരാകാൻ പരിശ്രമിക്കുമ്പോൾ ശരിക്കും എന്താണ്, നമ്മൾ കരുണയില്ലാത്തവരായി പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ആശുപത്രിയിൽ ക്യൂ നിന്ന് നമ്മൾ പരിശോധന നടത്തുകയാണെന്ന് വെക്കുക. അന്നേരം ഒരാളെ തെങ്ങേന്ന് വീണ് കൊണ്ടുവന്നു. തെങ്ങേന്ന് വീണ് കൊണ്ടുവന്നാലും പരിശോധന നടത്തുന്ന കൂട്ടത്തിൽ എന്തോ വേണം, ക്യൂ നിന്ന് വേണം ഡോക്ടറെ കാണാൻ. ക്യൂ നിൽക്കുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ നീതിയാണ്, അല്ലെ? നീതിയല്ലയോ? പക്ഷെ കരുണയുള്ളവൻ എന്ത് ചെയ്യുന്നു, നീതി നോക്കാതെ അവനെ ആദ്യം കയറ്റി വിടുന്നു. അപ്പോൾ നിയമത്തിനും അപ്പുറത്താണ് കരുണ പ്രവർത്തിക്കുന്നത്. ഇത് പറഞ്ഞാൽ ആരും എന്നെ ക്രൂശിക്കരുത്, യേശു കർത്താവ് അത് തന്നെ പറഞ്ഞത്, നിയമത്തിനപ്പുറത്താണ് കരുണ എന്നാണ്. നിയമത്തിനപ്പുറത്താണ് കരുണ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ മാത്രമേ യേശുവിന്റെ മനസ്സുള്ളവരായി നമ്മൾ മാറുന്നു. കർത്താവ് പറഞ്ഞു, ശബത്ത് മനുഷ്യന് വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യൻ എന്തിനു വേണ്ടി അല്ല, ശബത്തിന് വേണ്ടി അല്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ ഡോഗ്മാസ് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും മനുഷ്യൻ ശബത്തിന് വേണ്ടിയാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പല സമയത്തും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നത് നിയമത്തിനും നീതിക്കുമാണ്, അല്ലാതെ കരുണയുടെ കാര്യമല്ല. നമുക്ക് ആളുകളെക്കാൾ വലുതാണ് പലപ്പോഴും നമ്മുടെ തിയോളജി എന്ന് പറയുന്നത്. ഞാൻ ചിലപ്പോൾ ഒരു ഉദാഹരണമാണ്, ജോൺ മക്കയുടെ ബുക്കിനകത്ത് കണ്ട ഒരു ഉദാഹരണമാണ്. വഴിയിൽ നമുക്കറിയാവുന്നതുപോലെ ഒരു കുരുടനായ മനുഷ്യൻ, പിറവിയിലെ കുരുടനായ മനുഷ്യൻ വഴിയിലിരിക്കുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, കർത്താവേ, ഇവൻ പാപം ചെയ്തിട്ടാണോ, ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ ഇവൻ ഇങ്ങനെ ആയെന്ന്? അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് പിറവിയിലെ കുരുടനാണെന്ന്. അപ്പൊ പിന്നെ ഈ ചോദ്യം ചോദിക്കുന്നതിന് തന്നെ അർത്ഥം, പിറവിയിലെ കുരുടനായവൻ ഇവൻ പാപം ചെയ്തുകൊണ്ട് കുരുടനായെന്ന് പറയാൻ പറ്റുമോ? ഇതാ ചിലപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിയമവും നീതിയും തിയോളജിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് പലർക്കും കണ്ണുപോലും കാണത്തില്ല. യുവന്മാര് വാസ്തവത്തിൽ ഇവന്മാർക്ക് അല്പമെങ്കിലും കരുണ, വാസ്തവത്തിൽ ഈ മനുഷ്യനെ കാണുമ്പോഴത്തേക്ക് കരുണ ആവശ്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിലല്ല, ഒരു തിയോളജിക്കൽ പ്രോബ്ലമായിട്ടാണ് ആളുകളെ കാണുന്നത്.
നമുക്കൊക്കെ പലപ്പോഴും കാര്യങ്ങൾ എന്താണ് വേദപുസ്തക പ്രകാരം തലനാരിഴ കീറി ഓരോന്ന് പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണെന്നൊക്കെ പറയുന്നതല്ലാതെ മനുഷ്യനോടുള്ള കരുണ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നിഷേധിച്ചു കളയുന്ന, ഉപേക്ഷിച്ച് കളയുന്നതായ ഒരു കാര്യമാണ്. അപ്പൊ നീതിക്ക് വേണ്ടി നെഞ്ചു വിരിച്ച് പറയുന്ന വ്യക്തികൾ, ഞാൻ നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പക്ഷെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതിന്റെ കൂട്ടത്തിൽ പല സമയത്തും നമ്മിൽ നിന്ന് ചോർന്നു പോകുന്നത് എന്തായിരിക്കും? കരുണയും മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുതലും മനസ്സിലും ഒക്കെ ആയിരിക്കും. അപ്പൊ നീതിക്ക് വേണ്ടി നെഞ്ചു വിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് കരയുന്നവന് ചാരാൻ ഒരു നെഞ്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. നീതിക്ക് വേണ്ടി ചങ്ക് വിരിച്ച് നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് കഷ്ടപ്പെടുന്ന, കരയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ മാറിൽ അവനൊന്ന് ആശ്രയം, അല്ലെങ്കിൽ അവനെ ഒന്ന് ഹഗ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കും ദൈവസന്നിധിയിൽ കൂടുതൽ പ്രയോജനമുള്ളതാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 2-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, വേഴ്സ് 13, 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. നോക്ക്, യാക്കോബ് പറയുന്ന കാര്യം ഇതാണ്. കരുണ കാണിക്കാത്തവന് അവൻ എത്ര നീതിമാനാണെങ്കിലും കരുണ കൂടാതെയുള്ള ന്യായവിധി ഉണ്ടാകും. എന്നാൽ കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. ഒരു പരിധിവരെ എന്താ ഇവിടെ പറയുന്നത്? ന്യായവിധിയിൽ തന്നെ ഒരു മനുഷ്യന്റെ ന്യായവിധിയെ മാറ്റിമറിക്കത്തക്ക രീതിയിലുള്ള ഒരു ക്വാളിറ്റി എന്തിനുണ്ടെന്നാ പറയുന്നത്? കരുണയ്ക്ക് ഉണ്ട് എന്നാണ്. ഒരുപക്ഷെ അയാൾ വളരെ നീതിയോടെ ആയിരിക്കും കാര്യങ്ങളെല്ലാം ചെയ്തത്. നീതിയേക്കാൾ വലുതാണ് കരുണ എന്നറിയാൻ നമുക്ക് ശമരിയക്കാരന്റെ ഉപമ ഒന്ന് പഠിച്ചാൽ മതി. ശരിക്കും നീതികേടൊന്നും ഈ പറയുന്ന ലേവ്യനോ പുരോഹിതനോ ഒന്നും കാര്യമായ നീതികേടൊന്നും കാണിക്കുന്നതായിട്ട് നമുക്കറിയത്തില്ല. ചില സമയത്ത് നമുക്കൊരു പക്ഷേ ഈ പുരോഹിതൻ അതിലേ കടന്നുപോയി. പുരോഹിതൻ കടന്നു പോകുന്ന കൂട്ടത്തിൽ അയാൾ ഈ വഴിയിൽ കിടക്കുന്ന മനുഷ്യൻ ചത്തുപോയതാണെന്ന് വെച്ചായിരിക്കും നോക്കാത്ത കാര്യം. അയാളെ കാണാം ചത്തുപോയതാണെങ്കിൽ ശവത്തെ തൊട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് ചെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നേരെ ചെന്ന് ദേവാലയത്തിലെ ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ദേവാലയത്തിലെ ശുശ്രൂഷ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കൊണ്ട് കരുണയേക്കാൾ വലുതാണ് ദേവാലയത്തിലെ ശുശ്രൂഷ എന്നാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്ത. പല സമയത്തും ഇതെല്ലാം ഞാൻ ഉൾപ്പെടെ നിങ്ങൾക്കെല്ലാം പറ്റുന്ന ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ മനസ്സിൽ ചില സങ്കല്പങ്ങളുണ്ട്. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആരാധനയ്ക്ക് പോകാൻ വണ്ടിയിലോട്ട് കയറാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ അയൽവക്കത്തുള്ള ഒരാള് പെട്ടെന്ന് വിളിച്ചിട്ട് പറയാണ്, ഞാന് സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രദറെ ഇപ്പൊ സൂയിസൈഡ് ചെയ്യല്ലേ, ഞങ്ങൾ ആരാധനയ്ക്കൊന്ന് പൊക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് വരട്ടെ, പിന്നെ അത് കേട്ടോ എന്നാണ് പറയുന്നത് നമ്മൾ. അപ്പൊ ഒരുപക്ഷെ നമ്മുടെ ചിന്ത എന്താ? അയ്യോ, ആരാധന മുടക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ ചിന്ത. ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ് വാസ്തവത്തിൽ ഈ ലേവ്യനും പുരോഹിതനും ഒക്കെ ചിന്തിച്ചത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ദേവാലയ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവരാണല്ലോ. അതുകൊണ്ട് ദേവാലയ ശുശ്രൂഷ മുടക്കാൻ ഇവർക്ക് എന്തില്ല? മനസ്സില്ല. ഞാൻ ദമോയിലൂടെ ഒരു പ്രാവശ്യം വണ്ടി ഓടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ ഒരാൾ ഉന്തുവണ്ടിയില് ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്ന വണ്ടിയില് ഒരു നല്ല വെള്ളത്തുണി വിരിച്ചിരിക്കുന്ന കണ്ടു. അത്രയും വെള്ളയുള്ള തുണി ഞാൻ അവിടെ ഒരു മനുഷ്യൻ ഉടുത്തു കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇയാൾ എന്തോ ഇത്? പെട്ടെന്ന് ഞാൻ വണ്ടി ഒന്ന് നിർത്തി നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഒരു അനാഥ ശവമാണ്. അപ്പൊ അനാഥ ശവം ഇയാൾ ഉന്തിക്കൊണ്ട് നടക്കും, ഒറ്റ മനുഷ്യനാണ്, ചെറിയൊരു മഴ ചാറ്റിലുമുണ്ട്. അപ്പൊ എനിക്ക് വലിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. ഇതെന്താ, ഇയാളുടെ ആരെങ്കിലും ആണോ, അതോ ഇയാൾ വഴിയിൽ കിടന്ന ഏതെങ്കിലും ശവം കൊണ്ടുപോയി അടക്കാനായിട്ടുള്ള ഒരു സന്മനസ് കാണിക്കുകയാണോ? എനിക്ക് വണ്ടി നിർത്തണമെന്നും അയാളോട് ചോദിക്കണമെന്നും കഴിയുമെങ്കിൽ ഇയാളുടെ ആരെങ്കിലും ആണെങ്കിൽ അയാളെ ആശ്വസിപ്പിക്കണമെന്നും, ഇനി അയാളുടെ അല്ല എങ്കിൽ അയാൾ വലിയൊരു ത്യാഗമല്ല ചെയ്യുന്നത്, അയാളുടെ കൂടെ ഏറ്റവും കുറഞ്ഞ ശ്മശാനത്തിലേക്ക് പോകണം എന്നും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് വാച്ച് നോക്കിയപ്പോൾ യോഗം തുടങ്ങാൻ സമയമായി, ഞാൻ ചെന്നിട്ട് വേണം പ്രാർത്ഥിച്ചു തുടങ്ങാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതെ വണ്ടി വിട്ടുപോയി. അപ്പൊ വാസ്തവത്തിൽ എനിക്ക് വേണമെങ്കിൽ ആശ്വസിക്കും, ഞാൻ ചെന്നില്ലെങ്കിൽ യോഗം പ്രാർത്ഥിച്ചു തുടങ്ങാൻ പറ്റത്തുള്ളതായിരിക്കും ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്നത്. പക്ഷെ ദൈവം എന്നെ വലിയ ഒരു ബ്ലാക്ക് മാർക്ക് ഇട്ടാണ് അവിടെ വാസ്തവത്തിൽ കാണുന്നത്. ഞാൻ അവിടെ ആ മനുഷ്യനോട് ഇറങ്ങി ഇടപഴകേണ്ടതായിരുന്നു എന്ന് ഞാൻ ഇന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇന്നും അതിന് കഴിയാഞ്ഞതിൽ എനിക്ക് ദുഃഖവുമുണ്ട്. കാരണം കരുണയാണ് ന്യായവിധിയെ പോലും ജയിച്ചു വരുന്നത് എന്നുള്ള തിരിച്ചറിവ്. ഈ കരുണയും മനസ്സലിവും
നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ, അതുകൊണ്ടാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കാരണം ഇവിടെ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം അതാണല്ലോ, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. See, I will read in English. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇപ്രകാരമാണ്: For judgment is without mercy to one who has shown no mercy, yet mercy triumphs over judgment. ന്യായവിധിയുടെ മുകളിൽ, അല്ലെങ്കിൽ ഞാൻ ന്യായം വിധിക്കപ്പെടേണ്ടതായ ഒരു സാഹചര്യത്തിൽ, ഒരുപക്ഷെ സമയത്ത് ആരാധനയ്ക്ക് പോകാത്തതിന് എന്നെ ന്യായം വിധിക്കേണ്ടതാണ്. പക്ഷേ കരുണ കാണിച്ചത് കൊണ്ട് ഞാൻ തെറ്റിച്ച ന്യായപ്രമാണത്തെ പോലും മറികടന്ന് ദൈവത്തിന്റെ ക്ഷമ അല്ലെങ്കിൽ കരുണ എന്റെ മേൽ പതിക്കുന്നു എന്നാണ് അവിടെ കാണുന്നത്. വാസ്തവത്തിൽ ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ചോർന്നു പോയ ഒരു ക്യാരക്ടറായിട്ടാ നമുക്ക് കാണാൻ കഴിയുന്നത് കരുണ എന്ന് പറയുന്നത്. എന്താണ് കരുണ എന്ന് ചോദിക്കുമ്പോൾ, കരുണയും മനസ്സലിവും തമ്മിൽ ഒരു നല്ല ഡിഫറൻസ് ഉണ്ട്. കരുണ എന്ന് പറയുന്നത് എന്റെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ മറന്ന് ഞാൻ ഇടപെടുന്നതാണ്. മനസ്സലിവ് എന്ന് പറയുമ്പോൾ എന്റെ ഇപ്പോഴത്തെ സ്റ്റേജിനെ കണ്ട് ഒരാൾ ഇടപെടുന്നതാണ് ശരിക്കും മനസ്സലിവ്. കമ്പാഷൻ ആൻഡ് മേഴ്സി. മേഴ്സി എന്ന് പറയുമ്പോൾ we just forget all the things that happen. എല്ലാം പഴയ കാര്യങ്ങളെല്ലാം മറന്ന് നമ്മൾ അയാളോട് കരുണയോടുകൂടെ ഇടപെടുകയാണ്. എന്നാൽ ഇതിന് കൊടുത്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥം, ഞാനിത് മലയാളത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞാലും ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അയാളുടെ സ്കിന്നിനകത്ത് കയറി നിന്ന് അയാളെ പോലെ കാര്യങ്ങൾ കാണാനുള്ള ഒരു പ്രത്യേക കഴിവിനെ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. യേശു നമ്മളോട് കരുണ കാണിക്കാൻ കഴിവുള്ളവനാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നതാണ്, നമ്മളോട് കരുണ കാണിപ്പാൻ കഴിവുള്ളവനാണ് അവൻ. എന്തുകൊണ്ടാണ്? അവൻ നമ്മുടെ സ്കിന്നിൽ കയറി നിന്നവനാണ്. അവന് നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ഒരാളോട് കരുണ കാണിക്കണമെങ്കിലും ഒരാളുടെ മനസ്സലിവ് കാണിക്കണമെങ്കിലും അയാളുടെ സ്കിന്നിനകത്ത് കയറി നിൽക്കാനുള്ള ഒരു സ്പെഷ്യൽ എബിലിറ്റി നമുക്ക് ഉണ്ടായാലേ പറ്റുള്ളൂ. ഒരിക്കലും ക്വീൻ വിക്ടോറിയ, അവിടുത്തെ ക്വീൻ വിക്ടോറിയ ഭർത്താവ് മരിച്ച് അനേക വർഷങ്ങൾ ജീവിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ അവിടുത്തെ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഫസർ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫിന്റെ അടുത്ത് ഇവര് ചെന്ന് കഴിഞ്ഞിട്ട് വിസിറ്റ് ചെയ്തപ്പോഴത്തേക്ക് പെട്ടെന്ന് മിസ്സസ് ടുലോക്ക് അവർ പെട്ടെന്ന് എഴുന്നേറ്റ് രാജ്ഞിയെ സ്വീകരിക്കാൻ ചെന്നപ്പോൾ രാജ്ഞി പറഞ്ഞു, ഇരിക്ക്, നീ അവിടെ ഇരിക്ക്. എന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ മഹാറാണി എന്ന നിലയിലല്ല, പ്രത്യുത ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ കാണാൻ വന്ന ഭർത്താവ് മരിച്ച ഒരു വിഡോയാണ് വന്നിരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്റെ പദവികളും കാണിച്ചുകൊണ്ടല്ല വന്നിരിക്കുന്നത്. പിന്നെ എന്താണ്? നീ ഏത് അവസ്ഥയിലൂടെ കടന്നുപോയോ അതേ അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് നിന്നോട് കരുണ കാണിക്കാൻ, മനസ്സലിവ് കാണിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അവനും കർത്താവ് മനുഷ്യനായി നമ്മുടെ അതേ അവസ്ഥകളിലൂടെ ജീവിച്ചത് കൊണ്ട് നമുക്ക് കർത്താവിൽ നിന്ന് കരുണ ലഭിക്കാനുള്ള സകല കാര്യങ്ങൾ നമുക്ക് കർത്താവിന് മനസ്സിലാകും. കർത്താവിന് മനസ്സിലാകുന്നത് കൊണ്ട് നമ്മളോട് കരുണ കാണിക്കുമെങ്കിൽ നമ്മളും ആളുകളെ മനസ്സിലാക്കി അവരോട് കരുണ കാണിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അതിനവർ യോഗ്യരല്ലായിരിക്കും. യോഗ്യതയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതല്ല കരുണ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരുടെ സകല അവസ്ഥകളെയും മറന്ന് അവരോട് കാണിക്കുന്ന മനസ്സലിവാണ് വാസ്തവത്തിൽ കരുണ എന്ന് പറയുന്നത്. നിങ്ങളിൽ പലരും റിക് വാരന്റെ ഒരു പുസ്തകം വായിച്ചു കാണും, പർപ്പസ് ഡ്രിവൻ ലൈഫ് എന്ന് പറയുന്ന പുസ്തകം. ഈ പർപ്പസ് ഡ്രിവൻ ലൈഫിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് പീപ്പിൾ ഉണ്ട്. അദ്ദേഹം പേരിട്ടിരിക്കുന്നത് EGR പീപ്പിൾ എന്നാണ്. EGR എന്ന് പറയുന്നത് എക്സ്ട്രാ ഗ്രേസ് റിക്വയർഡ് പീപ്പിൾ എന്നാണ്. എക്സ്ട്രാ ഗ്രേസ് റിക്വയർഡ് പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് കുറച്ച് കൂടുതൽ കരുണ വേണം, അല്ലെങ്കിൽ കൂടുതൽ ഗ്രേസ്, കൃപ വേണം. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്ര കൃപയില്ല. ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് എക്സ്ട്രാ ഗ്രേസ് തന്നുകൊണ്ടാണ്. വി ആർ നോട്ട് EGR പീപ്പിൾ, വി ഹാവ് എക്സ്ട്രാ ഗ്രേസ്. എന്തിനാണെന്നറിയാമോ? EGR ആയിട്ടുള്ള ഒത്തിരി പേരെ നമ്മൾ വഴി വെച്ച് കാണും. അവർക്കൊക്കെ എന്തോ കൊടുത്തോണ്ടിരിക്കണം, ഗ്രേസ് കൊടുത്തോണ്ടിരിക്കണം. കാര്യം കർത്താവ് നമുക്ക് എന്തോ തന്നിട്ടുണ്ട്, എക്സ്ട്രാ ഗ്രേസ് തന്നിട്ടുണ്ട്. ആ എക്സ്ട്രാ ഗ്രേസ് അതില്ലാത്തവന് കൊടുത്തോണ്ടിരിക്കണം. ഒരു പ്രശ്നം എന്നു ചോദിച്ചു കഴിഞ്ഞാല് ഗ്രേസ് ഇല്ല എന്നറിയാനുള്ള ഗ്രേസ് പോലും ഇവനില്ല. എനിക്ക് കൃപ ഇല്ലെന്നറിയാനുള്ള കൃപ പോലും അവന്
ഇല്ല. അതുകൊണ്ട് എനിക്ക് അല്പം ഗ്രേസ് തരണം എന്ന് പറയാൻ അവൻ അറിയത്തില്ല. അവൻ പറയുന്നത് വേറെ ഭാഷയൊക്കെ ആയിരിക്കും. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപയൊന്നാശ്രയമായി, കൃപയൊന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾപാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നാശ്രയമായി. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾപാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നാശ്രയമായി. കൃപയൊന്നാശ്രയമായി, കൃപയൊന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയിൻ ബലമവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയിൻ ബലമവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയൊന്നാശ്രയമായി, കൃപയൊന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും.